ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ, യഹോവേ, ദേവന്മാരിൽ അങ്ങയ്ക്ക് തുല്യനായവൻ ആരുള്ളൂ? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിന്മേൽ ഭയങ്കരനെ, അങ്ങയ്ക്ക് തുല്യനായവൻ ആരുള്ളൂ? പഴയ നിയമ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരിക്കുന്ന മോശയും അഹരോനും പാടിയ പാട്ടുകളുടെ വരികളാണിത്. മോശയും അഹരോനും അനവധി അത്ഭുതങ്ങളെ മിസ്രയീമിൽ ചെയ്തവരാണ്. ഒത്തിരി അത്ഭുതങ്ങളെ കണ്ടവരാണ്. ഇപ്പോഴിതാ ചെങ്കടലിന്റെ അരികിൽ വന്നു നിന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവരുടെ കണ്ണുകളെ കർത്താവിങ്കിലേക്ക് ഉയർത്തുമ്പോൾ യഹോവയെങ്കിൽ നിന്ന് ചില അരുളപ്പാടുകളെ പ്രാപിച്ച് ചെങ്കടലിനെ വിഭാഗിച്ച് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ ജനസമൂഹത്തെ ചെങ്കടലിൽ ഒരു ഉണങ്ങിയ നിലത്തുകൂടെന്ന പോലെ നടത്തി അപ്പുറം കിടക്കുമാറാക്കിയ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരാരാധന ഗീതമാണ് നമ്മുടെ കുറിവാക്യം. രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സ്നേഹിത, ഈ ദൈവത്തിന്റെ മഹത്വത്തെ നിങ്ങൾ ഇന്നുവരെയും കണ്ടിട്ടുണ്ടോ? ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ അനവധി അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ദൈവം വലിയവനാണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പൂർണ്ണമായും കർത്താവായ യേശു ക്രിസ്തു അത്ഭുതവാനായ ദൈവമാണെന്നും ദേവന്മാരുടെ ദേവനാണെന്നും ദേവാദിദേവനാണെന്നും രാജാതി രാജാവാണെന്നും കർത്താതി കർത്താവാണെന്നും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന വലിയവനായ ദൈവമാണെന്നും പ്രവൃത്തിയിൽ ഭയങ്കരനാണെന്നും വിശ്വസിക്കുന്നുവെങ്കിൽ, അസാധ്യമെന്ന് തോന്നുന്ന നിങ്ങളുടെ വിഷയം, പ്രതികൂലമെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ, മുന്നോട്ട് കടക്കുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥകളുടെ മേൽ യഹോവ ഒരു അത്ഭുത മന്ത്രിയായി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ദൈവമഹത്വം ഇന്ന് രാവിലെ വെളിപ്പെട്ടു വരും. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് പൂർണ്ണമായും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ, ഇതുവരെ നിങ്ങൾ ഒരുപാട് അത്ഭുതങ്ങളെ കണ്ടവരാ, ദൈവപ്രവൃത്തി അനുഭവിച്ചറിഞ്ഞവരാ. എന്നാൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു. രാവിലെ സമയം ഈ വലിയവനായ കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈ കർത്താവ് ആരെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ദൈവപ്രവൃത്തിയെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സ്നേഹിത, രാവിലെ സമയം ഈ വചനത്തിന് മുമ്പിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദേവാദിദേവനായ കർത്താവിനെ, രാജാതിരാജാവായ കർത്താവിനെ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിന്മേൽ ഭയങ്കരനെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിയെ ഇന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒരത്ഭുതം നിങ്ങൾ കാണാൻ പോകുക. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ.